ഞാനിപ്പോ എന്താണ് ഈ ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് എന്നല്ല നിങ്ങളെ ചിന്ത. ഇപ്പൊ പറഞ്ഞുതരാം. ഇന്ന് വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ ഒരു ആന പൊടിച്ചെന്നുള്ള വിശപ്പുണ്ടായിരുന്നു. തിന്നാൻ എന്താണുള്ളത് ചോദിച്ചപ്പോ ഇന്നലത്തെ ബാക്കി ഉണ്ടെന്ന്. അത് മതി. അപ്പൊ എന്റെ ഉള്ളിൽ ഷെഫാണ് എണീറ്റു. ഫ്രൈഡ് റൈസാണോ സ്പൈസി കുഞ്ഞു റെസിപ്പി കിട്ടാനാ. കുഞ്ഞു റെസിപ്പി യൂട്യൂബ് നോക്കി അതും പറഞ്ഞ് കേറിയതാ. ഇപ്പൊ 2 ബിരിയാണി നമ്മുടെ നേരം കഴിഞ്ഞു. അപ്പൊ തുടങ്ങി തോണ്ടല്ല. അതാണ് നിങ്ങളിപ്പോ കാണുന്നത്. തോണ്ടി 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 ഒരു നിലക്ക് പോണ ലക്ഷണം ഇല്ലാന്നുള്ള അവസ്ഥയിലായി. അവസാനം നമ്മൾ അടുക്കള പോറാലേ വക റെസ്റ്റ് കിട്ടി. പക്ഷെ എന്നാലും ഷെഫ് നമ്മൾ തന്നെയാണ്. കട്ടിങ്ങും ഷേവിങ്ങും വരുമ്പോഴാണ് ഈ ഒരു അസിസ്റ്റന്റിന് വേണേനും തോന്നുന്നു. കുഴപ്പമില്ല, ഇത് കട്ടിങ്ങും ഷേവിങ്ങും ഒന്നും ഇല്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മളെ സ്ലോ കുക്കിംഗ് മെത്തേഡൊന്നും പോരാളിക്ക് അത്ര പൊളിച്ചു. ഫ്രിഡ്ജിൽ നിന്ന് ഒരു ക്യാപ്സിക്കം എടുക്കാൻ പോയി തക്കത്തിന് പോരാളി അത് എന്തൊക്കെയോ ചേർത്തു. എന്നിട്ട് നമ്മളോട് ഡയലോഗും ചൂടേന്ന്. എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, ശരിയാക്കി തന്നാ മതി. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ ജോസ്. അതിന്ന് ഓരോ ചിക്കൻ പീസ് പെറുക്കിട്ട് എണ്ണയിലിടും. ഞാൻ പൊട്ടിക്കാൻ പോകുന്നു. ഇപ്പൊ പൊട്ടിക്കും. അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഗൈസ് ഇവിടെ സേഫ് അല്ല ഗൈസ്. നമ്മക്ക് ഇവിടെ സേഫ് അല്ല. കഴിയുമ്പോട്ടെ നിങ്ങൾക്ക് ഉണ്ടായിക്കോളി. ആ സമയം ഞാൻ കുളിച്ചാരാ കാണിച്ചാൽ പോരാ, പിന്നെ എന്താ ഉരുണ്ട് കളിക്കാൻ. ഇനി ഇവിടെ അധികം നിന്ന് തടി കേടാക്കണം. ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഉമ്മാനെ നനവിളിയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മണിക്കൂറൊക്കെ ഒരു മനുഷ്യൻ കുളിക്കാന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഓക്കെ ഗൈസ്, ഇനി പുതിയ വീഡിയോയുമായി മാസ്റ്റർ ഷെഫ് സൈനിങ് ഓഫ്.